മഹാനായ പാങ്ങിൽ അഹ്മദ് കുട്ടി മുസ്ലിയാരെ സിയാറത്ത് ചെയ്യാനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ യാത്ര ആരംഭിച്ചു മലപ്പുറം ജില്ലയിലെ കുറുവ പഞ്ചായത്തിലെ പാങ്ങിൽ പഴയ ജുമുഅത്ത് പള്ളിയിലാണ് മഹാനവരുകളുടെ ഖബറുള്ളത്. മഞ്ചേരിയിൽ നിന്നും 22 കിലോമീറ്ററാണ് പാങ്ങിലേക്കുള്ളത്. കേരള ജനതയ്ക്ക് അധികം ആമുഖം ആവശ്യമില്ലാത്ത പണ്ഡിതനാണ് പാങ്ങിൽ ഉസ്താദ്. 1920-21 കാലഘട്ടത്തിൽ വഹാബിസം എന്ന ബ്രിട്ടീഷ് നിർമ്മിത മതപ്രചാരകരായി ഇന്ത്യയിൽ പ്രത്യക്ഷപ്പെട്ട അനൈക്യ സംഘത്തിൻ്റെ വാക്താക്കളായ വക്കം മൗലവി, KM മൗലവി തുടങ്ങിയ വിഷജീവികളിൽ നിന്ന് കേരളീയ മുസ്ലിം സമൂഹത്തെ വിശ്വാസത്തിൻ്റെ പാരമ്പര്യ നൗകയിലേക്ക് കരകയറ്റിയ സാമൂഹിക പരിഷ്കർത്താവും നവോത്ഥാന നായകനുമായിരുന്നു പാങ്ങിൽ അഹ്മദ് കുട്ടി മുസ്ലിയാർ. ഇതാണ് പാങ്ങിൽ പഴയ ജുമുഅത്ത് പള്ളി കവാടം. കവാടത്തിൽ പാങ്ങിൽ ഉസ്താദിൻ്റെ മഖബറയുടെ ദിശാസൂചികയും കാണാം. കവാടത്തിലൂടെ പ്രവേശിച്ച് വിശാലമായ ഖബർസ്ഥാന് നടുവിലൂടെ സജ്ജീകരിച്ച നടപ്പാതയിലൂടെ സഞ്ചരിച്ചു വേണം പള്ളിയിലെത്താൻ. പള്ളിയുടെ മുൻഭാഗത്ത് തന്നെയാണ് പാങ്ങിൽ അഹ്മദ് കുട്ടി മുസ്ലിയാരുടെ ഖബറുള്ളത്. വിശാലമായ മീസാൻ കല്ലിൽ മഹാനവരുകളുടെ പേരും വഫാത്തിൻ്റെ ഡേറ്റും എഴുതി വച്ചിരിക്കുന്നു. പള്ളി ഖബർസ്ഥാനിലാണ് ഖബറെങ്കിലും സിയാറത്തിനു മറ്റും പ്രത്യേകം സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നു. ഹിജ്റ വർഷം 1305 ശവ്വാൽ 11 മലപ്പുറം ജില്ലയിലെ കുറുവ പഞ്ചായത്തിലെ പാങ് എന്ന സ്ഥലത്ത് നൂറുദ്ദീൻ പഴമടത്തിൽ തിത്തിക്കുട്ടി ദമ്പതികളുടെ മകനായി ജനിച്ചു. മാതാപിതാക്കളിൽ നിന്ന് തന്നെയാണ് പ്രാഥമിക വിദ്യാഭ്യാസം. ശേഷം കട്ടിലശ്ശേരി അലി മുസ്ലിയാർ, മടത്തൊടിയിൽ കാപ്പാട് മുഹമ്മദ് മുസ്ലിയാർ, കരിമ്പനക്കൽ അഹ്മദ് മുസ്ലിയാർ എന്നിവരുടെ കീഴിൽ ദർസ് പഠനം നടത്തി. ശേഷം ഉപരിപഠനത്തിനായി വെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്ത്, ലത്വീഫിയ എന്നിവിടങ്ങളിലേക്ക് പോയി. മണ്ണാർക്കാട് മഅദിനുൽ ഉലൂം മദ്രസ, പാങ് ജുമുഅത്ത് പള്ളി, താനൂർ വലിയ കുളങ്ങര പള്ളി, പടന്ന ജുമുഅത്ത് പള്ളി എന്നിവിടങ്ങളിൽ ദർസ് നടത്തി. അബ്ദുൽ ഖാദിർ ഫൽഫരി, കാപ്പാട് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ, താഴേക്കോട് കുഞ്ഞലവി മുസ്ലിയാർ, ഇരുമ്പാലശ്ശേരി കുഞ്ഞഹമ്മദ് മുസ്ലിയാർ, അരിപ്ര മുഹമ്മദ് കുട്ടി മുസ്ലിയാർ, തൂതക്കൽ കുഞ്ഞാപ്പു മുസ്ലിയാർ, കൊളപ്പുറം കുട്ടി ഹസൻ മുസ്ലിയാർ, ഓമച്ചപ്പുഴ അബൂബക്കർ മുസ്ലിയാർ, നിറമരത്തൂർ ബീരാൻകുട്ടി മുസ്ലിയാർ, കരിങ്കപ്പാറ മുഹമ്മദ് മുസ്ലിയാർ, വെള്ളിയാമ്പുറം സൈദാലി മുസ്ലിയാർ തുടങ്ങിയവർ ശിഷ്യന്മാരിൽ പ്രമുഖരാണ്. പ്രബോധന വീതിയിൽ മിന്നുന്ന താരകമാണ് പാങ്ങിൽ അഹ്മദ് കുട്ടി മുസ്ലിയാർ. 1920-കളിൽ രൂപം കൊണ്ട ഐക്യസംഘം കേരളീയ മുസ്ലിങ്ങളിൽ നവോത്ഥാനത്തിൻ്റെ പേരു പറഞ്ഞ് അനൈക്യത്തിൻ്റെ വിഷവിത്ത് പാകിയപ്പോൾ സടകുടഞ്ഞെഴുന്നേറ്റു പാങ്ങിൽ ഉസ്താദ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകൃതമായ 1926 ജൂൺ 26 കോഴിക്കോട് ടൗൺ ഹാളിൽ ചേർന്ന പണ്ഡിത സംഗമത്തിന് കാരണക്കാരൻ പാങ്ങിൽ ഉസ്താദാണ്. തുടക്കം മുതൽ വൈസ് പ്രസിഡൻറ്റും വരക്കൽ തങ്ങളുടെ വഫാത്തിന് ശേഷം മരണം വരെ പ്രസിഡൻറ്റുമായിരുന്നു. 1921 മലബാർ സമരത്തിൻ്റെ നേതൃനിരയിൽ നിന്ന് പ്രവർത്തിച്ച പണ്ഡിതനാണ് പാങ്ങിൽ അഹ്മദ് കുട്ടി മുസ്ലിയാർ. നല്ലൊരു എഴുത്തുകാരൻ കൂടെയായിരുന്നു പാങ്ങിൽ അഹ്മദ് കുട്ടി മുസ്ലിയാർ. 1929 ഡിസംബർ മുതൽ പുറത്തിറങ്ങിയ അൽ ബയാൻ മാസികയുടെ ചീഫ് എഡിറ്ററായിരുന്നു മൗലാന പാങ്ങിൽ അഹ്മദ് കുട്ടി മുസ്ലിയാർ. അറബി ഭാഷയിൽ 23ഓളം പ്രധാന ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ഇവയിൽ അൻ നഹിജുൽ ഖവീം എന്ന കൃതി അൽ അസ്ഹർ പണ്ഡിതരുടെ
അവതാരികയോടെ 1935 ഈജിപ്തിൽ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്. കേരളീയ മുസ്ലിങ്ങളുടെ മുഖ്യധാര ഇന്നും പാരമ്പര്യ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്നത് 1920കളിൽ പാങ്ങിൽ ഉസ്താദ് കാണിച്ച ആദർശധീരതയുടെ ഫലമാണ്. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ കെട്ടിപ്പടുത്ത സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇന്ന് മഹാനായ റഈസുൽ ഉലമക്കും ഖമറുൽ ഉലമക്കും കീഴിൽ ആഗോള പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 1946 നവംബർ 20 അഥവാ ഹിജ്റ വർഷം 1365 ദുൽഹജ്ജ് 25 ഇതാണ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ വഫാത്തായ ഡേറ്റ്. അള്ളാഹു മഹാൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മെ ബിദ്അത്തിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. ആമീൻ.